ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചിന്നു അർച്ചനയെ വിളിക്കുകയാണ്. ഞാൻ നാളെ ഒരു വിദ്യ ഉപയോഗിക്കാൻ പോവുകയാണ്. അത് എന്തായാലും വർക്കൗട്ട് ആയാൽ കുഞ്ഞമ്മാവനും നിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരും എന്ന് ചിന്നു പറയുമ്പോൾ അർച്ചന എന്താണ് ആ വിദ്യ എന്ന് ചോദിക്കുകയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, നാളെ അമ്മയും അമ്മാവന്മാരും കൂടി അമ്പലത്തിലേക്ക് വരണം. ഞാൻ രുക്വാന്റെയും കുഞ്ഞമ്മാവനെയും കൂട്ടി ഇവിടെ നിന്നും അമ്പലത്തിലേക്ക് വരാം. അവിടെ വെച്ച് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ തെറ്റിദ്ധാരണകളെല്ലാം മാറുമല്ലോ എന്ന് ചിന്നു പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, അവൻ വന്നാലും രുക്കു അതിന് തയ്യാറാവുമോ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അവര് രണ്ടുപേരും കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. അമ്മയും മാമന്മാരും രാവിലെ 8 മണിക്ക് തന്നെ അവിടെ എത്ത്. ഞങ്ങളും ഇവിടെ നിന്ന് വരാമെന്ന് ചിന്നു പറയുമ്പോൾ അർച്ചന ശരിയെന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യാണ്. ആര്യാണെങ്കിൽ ചിന്നു ഫോണിൽ സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അത് ശരി, ഈ ഉദ്ദേശത്തോടുകൂടിയാണല്ലേ നീ ഇവിടെ ഇടിച്ചു കയറി താമസിക്കുന്നത്? നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ആര്യ വേഗം തന്നെ ചന്ദ്രയുടെ അടുത്തേക്ക് ഈ കാര്യം പറയാനായി പോവുകയാണ്. ആര്യ ഇതെല്ലാം ചന്ദ്രയോട് പറയുന്നുണ്ട്. ചന്ദ്ര എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഓഹോ, അപ്പോ ഇതാണല്ലേ അവളുടെ പ്ലാൻ? അച്ഛനെ തിരിച്ച് അമ്പാട്ടിലേക്ക് കൊണ്ടുപോവാൻ അർച്ചന ദൂതുമായി അവളെ അയച്ചതാണല്ലേ? നിന്റെ അച്ഛൻ ക്ഷണിക്കാതെ തന്നെ അവളിങ്ങോട്ടേക്ക് ഇടിച്ചു കയറി വന്നപ്പോഴേ ഞാനിതെല്ലാം മനസ്സിൽ കണ്ടതാണ്. ഇത് നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിന്റെ അച്ഛൻ വേറെ ഏതോ ലോകത്താണ് എന്നെല്ലാം ചന്ദ്രയും ആര്യയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് രുക്കുവും അച്ചുവും കൂടി വരുന്നത്. അച്ചു എന്നിട്ട് ആര്യയോട് ചോദിക്കുന്നുണ്ട്, ആര്യ ചിന്നുമോൾ എവിടെയെന്ന്. ആര്യ ഇപ്പൊ പറയുന്നുണ്ട് അവള് റൂമിലിരുന്ന് പഠിക്കുകയാണെന്ന്. ചന്ദ്രയാണെങ്കിൽ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, നാളെ ഇവരെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാനുള്ള ചിന്നുവിന്റെ പ്ലാൻ എങ്ങനെയെങ്കിലും പൊളിക്കണമെന്ന് അങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് ചന്ദ്ര അച്ചുവിനോട് പറയുന്നുണ്ട്, അച്ചു, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. നാളെ രാവിലെ 7:30 നമുക്ക് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറയുമ്പോൾ രുക്കു ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണെന്ന്. ചന്ദ്ര ഇപ്പൊ പറയാണ്, ഇവൻ പോലീസ് ട്രെയിനിങ്ങിന് പോവാനായി തയ്യാറെടുക്കുകയല്ലേ, അതിന്റെ ഭാഗമായിട്ട് ഒരു ഫിസിക്കൽ ട്രെയിനിങ് സെന്ററിൽ ജോയിൻ ചെയ്യിക്കാനാണ് ഞാൻ ഇവനെ കൊണ്ടുപോകുന്നതെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. അത് കേട്ട് രുക്കുവിനും അച്ചുവിനും ഒരുപാട് സന്തോഷാവുകയാണ്. ചന്ദ്ര എന്നിട്ട് അച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, നാളെ നിനക്ക് അസൗകര്യമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, എനിക്ക് അസൗകര്യമൊന്നുമില്ല, നാളെ രാവിലെ 7:30 നമുക്ക് പോവാമെന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചിന്നും വരുവാണ്. ചിന്നു എന്നിട്ട് അച്ചുവിനോട് പറയുന്നുണ്ട്, കുഞ്ഞമ്മാവ, എനിക്ക് ഒരു കാര്യം സാധിച്ചു തരുമോ എന്ന് ചിന്നു ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, പിന്നെന്താ, എന്താണ് കാര്യം, നീ പറയേ. നീ പറയുന്നത് എന്തും ഈ കുഞ്ഞമ്മാവൻ സാധിച്ചു തരാറില്ലേ എന്ന് ചോദിക്കുകയാണ്. ചിന്നു ഇപ്പൊ പറയുന്നുണ്ട്, കുഞ്ഞമ്മാവനും രുക്കു ആന്റിയും നാളെ രാവിലെ 8 മണിക്ക് എന്റെ കൂടെ അമ്പലത്തിലേക്ക് വരുവോ എന്ന് ചിന്നു ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും, നാളെ രാവിലെ 7:30 നമ്മൾ ട്രെയിനിങ് സെന്ററിലേക്ക് പോവാമെന്ന് പറഞ്ഞത് എന്ന് രുക്കു ചോദിക്കുമ്പോൾ ചന്ദ്രയും പറയുന്നുണ്ട്, അതെ, നാളെ രാവിലെ നമ്മൾ അങ്ങോട്ടേക്ക് പോവും, പിന്നെ എങ്ങനെയാണ് അമ്പലത്തിലേക്ക് പോവുക എന്ന് ചോദിക്കുകയാണ്. ആര്യ ഇപ്പൊ പറയുന്നുണ്ട്, നാളെ എന്തായാലും അമ്പലത്തിലേക്ക് പോകുന്നത് നടക്കില്ല എന്നങ്ങനെ ആര്യ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നാളെ രാവിലെ ചിന്നുവിന് അമ്പലത്തിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് കാർ അറേഞ്ച് ചെയ്യാം എന്ന് ചന്ദ്ര പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ നിന്നും ഒറ്റയ്ക്ക് പോവേണ്ട ആവശ്യമില്ല, കുഞ്ഞമ്മാവനും രുക്കാൻഡിക്കും വേണ്ടി വഴിപാട് നടത്താനാണ് ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ മാത്രം പോയിട്ട് എന്താണ് കാര്യമെന്ന് ചിന്നു ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ അത് വേറൊരു ദിവസത്തേക്ക് ആക്കാമെന്ന് പറയുമ്പോൾ ചിന്നു പറയാണ്, അത് പറ്റില്ല, നാളെ തന്നെ പോവണം, വേണമെങ്കിൽ നാളെ രാവിലെ നേരത്തെ അമ്പലത്തിലേക്ക് പോയി അവിടെ നിന്ന് ട്രെയിനിങ് സെന്ററിലേക്ക് പോവാമല്ലോ എന്ന് പറയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണല്ലോ, അമ്പലത്തിൽ തൊഴുതതിന് ശേഷം പോവാം, അതാണ് നല്ലതെന്ന് പറയുമ്പോൾ രുക്കുവും പറയുന്നുണ്ട്, അതെ, അമ്പലത്തിൽ പോകുന്നത് എന്തായാലും മുടക്കണ്ട, ഇവളുടെ ഒരു ആഗ്രഹമല്ലേ, അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറയുമ്പോൾ അച്ചുവും ശരിയെന്ന് പറയാണ്. ചിന്നു അപ്പൊ തന്നെ അകത്തേക്ക് പോകുന്നുണ്ട്. അച്ചുവിനാണെങ്കിൽ ഒരു ഫോൺ കോൾ വരികയാണ്. അച്ചുവും ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് ചന്ദ്രയും രുക്കുവും ആര്യയും തമ്മിൽ സംസാരിക്കുകയാണ്. ചന്ദ്ര എന്നിട്ട് ചിന്നുവിന്റെ പ്ലാൻ എന്താണെന്ന് രുക്കുവിനോട് പറയാണ്. ഇതെല്ലാം കേട്ട് രുക്കു പറയുന്നുണ്ട്, ഓഹോ, അപ്പോ അതിനാണല്ലേ അവള് ഇവിടെ വന്ന് താമസിക്കുന്നത്, അവളുടെ ഉദ്ദേശം എന്തായാലും അത് നടക്കാൻ പോകുന്നില്ലെന്ന് രുക്കു തീർത്ത് പറയാണ്. പിറ്റേ ദിവസം രാവിലെ അർച്ചനയും അനന്തനും മുകുന്ദനും കൂടി അടുത്തുള്ള അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട്. അവിടെ എത്തിയതിനു ശേഷം അർച്ചനയോട് അനന്തനും മുകുന്ദനും ചോദിക്കുന്നുണ്ട്, കൃത്യം 8 മണിക്ക് ഇവിടെ ചേച്ചി എത്തണമെന്ന് പറഞ്ഞു, എത്തി, എന്താണ് കാര്യമെന്ന് ചേച്ചി ഇതുവരെ പറഞ്ഞില്ലല്ലോ, എന്താണെന്ന് ചോദിക്കുകയാണ്. അല്ല, ഇനിയിപ്പോ ഇവിടെ എന്തേലും പൂജ ചേച്ചി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാൻ പൂജയും വഴിപാടും ഒന്നും നേർന്നിട്ടില്ല, 8 മണിക്ക് ഇവിടെ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് ചിന്നു ഇവിടെ എത്തണമെന്ന് പറഞ്ഞിരുന്നു എന്ന് അർച്ചന പറയുമ്പോൾ അനന്തൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ എന്താ ചിന്നു ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയാണ്, ചിന്നു മാത്രമല്ല അച്ചുവും രുക്കുവും വരുന്നുണ്ട്, നമ്മളെ കാണാനാണ് അവര് വരുന്നതെന്ന് പറയുമ്പോൾ മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, അച്ചു
അച്ചുവും രുക്കും വരുന്നുണ്ടോ? രുക്കു അതിന് സമ്മതിച്ചു എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അവിടെ അതിന് സമ്മതിക്കാതെ ചിന്നു ഈ കാര്യം വിളിച്ച് എന്നോട് പറയില്ലല്ലോ. 8 മണിക്ക് തന്നെ അവര് ഇവിടെ എത്താമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്ന് അർച്ചന പറയുമ്പോൾ മുകുന്ദൻ ചോദിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്തുകൊണ്ടാണ് ചേച്ചി ഈ കാര്യം പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അവര് വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോ നീ ചിലപ്പോ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിവായാലോ, അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത് എന്ന് പറയുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല ചേച്ചി, എനിക്ക് എന്നെ രുക്കുവല്ലേ അപമാനിച്ചത്. എന്റെ അനിയനെ അവൾ നമ്മളിൽ നിന്നെല്ലാം അകറ്റി എന്ന് കരുതി എനിക്ക് അവനിൽ നിന്ന് അകലാൻ കഴിയില്ലല്ലോ എന്നങ്ങനെ മുകുന്ദൻ പറയുമ്പോ അനന്തൻ പറയുന്നുണ്ട് നമ്മളോടുള്ള പിണക്കെല്ലാം അവന് മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ അവൻ ഇങ്ങോട്ട് വരാമെന്ന് സമ്മതിക്കില്ലല്ലോ എന്നങ്ങനെ അവര് 3 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതുവഴി ഒരാള് വരുന്നത്. അയാൾ എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇന്ന് വക്കീലിന്റെ കൂടെ 2 അനിയന്മാരുണ്ടല്ലോ, ബാക്കി ഒരാൾ എവിടെയെന്ന് ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട് അവനിപ്പ വരും, അവനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ അയാള് പറയുന്നുണ്ട് ഓ അച്ചുപ്പ ചന്ദ്രകാന്തത്തിലാണല്ലേ താമസം, അമ്പാട്ടിൽ നിന്നും എന്തിനാണ് അവൻ അങ്ങോട്ടേക്ക് പോയത്, അവിടെ എന്താ അവനിപ്പോ സ്ഥിര താമസമായോ എന്നല്ല അയാള് ചോദിക്കുമ്പോ അനന്തൻ പറയുന്നുണ്ട് ചന്ദ്രകാന്തത്തിൽ പോകുന്നതിന് എന്താണ് കുഴപ്പം, അത് അവന്റെ അന്യ വീടൊന്നല്ലല്ലോ ഭാര്യ വീടല്ലേ എന്നങ്ങനെ പറയാണ്. അപ്പോൾ അയാള് പറയുന്നുണ്ട് ഓ അപ്പൊ ഞാൻ കേട്ടത് ശരിയല്ലല്ലേ എന്ന് ചോദിക്കുമ്പോ അർച്ചന ചോദിക്കുന്നുണ്ട് ശശി എന്താണ് കേട്ടതെന്ന്. അപ്പോൾ അയാള് പറയുന്നുണ്ട് അമ്പാട്ടിൽ നിന്ന് സഹോദരങ്ങൾ വഴക്കിട്ട് പിരിഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്, റോട്ടിൽ കിടന്ന് അച്ചുവും മുകുന്ദനും തമ്മിൽ അടിയുണ്ടാക്കി പിരിഞ്ഞു എന്നാണ് നാട്ടുകാര് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. ഇപ്പോ നിങ്ങളെ കണ്ടപ്പോഴാണ് എനിക്ക് യഥാർത്ഥ കാര്യം മനസ്സിലായത്, എങ്കിലും ആളുകൾ ഇങ്ങനെ ഇല്ലാ കഥകൾ പറയണ്ടായിരുന്നു, നിങ്ങളെ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോ ഞാൻ ഇതും വിശ്വസിച്ചുകൊണ്ടിരുന്നേനെ. അമ്പാട്ടിലെ സഹോദരങ്ങൾ എല്ലാവർക്കും ഒരു മാതൃകയല്ലേ, നിങ്ങളാരും ഒരിക്കലും പിണങ്ങി പിരിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശശി എന്ന ആൾ അവിടെ നിന്നും പോവുകയാണ്. അനന്തൻ എന്നിട്ട് അർച്ചനയോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നാട്ടുകാരെല്ലാവരും അറിഞ്ഞു തുടങ്ങിയല്ലോ ചേച്ചി എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് നാട്ടുകാർക്ക് എന്തും പറയാമല്ലോ, നമുക്ക് അവരുടെ വായ അടച്ചുകെട്ടാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. മുകുന്ദൻ അപ്പൊ ചോദിക്കുന്നുണ്ട് അവരെ ഇതുവരെ കാണുന്നില്ലല്ലോ ചേച്ചി, ഇനിയിപ്പോ അവര് വരാതിരിക്കൂ എന്ന് ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട് ഇല്ല അവരെന്തായാലും വരും, അവര് വരുമ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് പോയി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞ് അവര് 3 പേരും ഫോണ് സൈലന്റ് ആക്കി തൊഴാനായി പോവുകയാണ്. ചിന്നു ആണെങ്കിൽ രാവിലെ തന്നെ റെഡിയായി അവരെയും വെയിറ്റ് ചെയ്തുകൊണ്ട് അമ്പലത്തിലേക്ക് പോവാനായി നിൽക്കുകയാണ്. ചിന്നു എന്നിട്ട് വിമലയെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ആന്റി ഇതുവരെ എന്താ അവര് വന്നില്ലല്ലോ, 8 മണിക്ക് അമ്പലത്തിലേക്ക് എത്തേണ്ടതാണെന്ന് ചിന്നു പറയുമ്പോ വിമല പറയുന്നുണ്ട് അവരിപ്പോ വരും, വന്ന ഉടനെ തന്നെ ഇറങ്ങാമല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രുക്കും അച്ചുവും റെഡിയായി വരുന്നുണ്ട്. ശരിയെന്നാ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് അവര് 3 പേരും അമ്പലത്തിലേക്ക് ഇറങ്ങാനായി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്രയും വരുന്നത്. ഒന്ന് നിന്നേ, നിങ്ങൾ അമ്പലത്തിലേക്കല്ലേ ഞാനും കൂടി വരുന്നുണ്ട് എന്ന് ചന്ദ്ര പറയുമ്പോ അത് ചിന്നുവിനും അച്ചുവിനും ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല. ചിന്നു അപ്പൊ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഈ സമയത്ത് ഇവര് കൂടി വന്നാൽ അത് പ്രശ്നമാവുമല്ലോ എന്നങ്ങനെ ചിന്തിക്കുകയാണ്. രുക്കു അപ്പൊ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി വരുന്ന കാര്യം എന്താണ് നേരത്തെ പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട് അച്ചുവിനെ കൊണ്ട് ഫിറ്റ്നസ് സെന്ററിലേക്ക് പോവണ്ടേ, അതുകൊണ്ടാണ് ഞാനും കൂടി വരുന്നതെന്ന് പറയുമ്പോ അച്ചു ചോദിക്കുന്നുണ്ട് അമ്പലത്തിലേക്ക് പോയിട്ട് വന്നിട്ട് പോയാ പോരെ എന്ന് ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്. അപ്പോഴേക്ക് ലേറ്റ് ആയാലോ, നമുക്കതുകൊണ്ട് അമ്പലത്തിലേക്ക് പോയതിനു ശേഷം നേരെ ഫിറ്റ്നസ് സെന്ററിലേക്ക് പോവാമെന്ന് പറയാണ്. രുക്കും അപ്പൊ പറയുന്നുണ്ട് അതെ അത് തന്നെയാണ് ശരി, അതാണ് എളുപ്പമെന്ന് പറയാണ്. ചിന്നുവിന്റെ സങ്കടം കണ്ട് ചന്ദ്ര അപ്പൊ ചോദിക്കുന്നുണ്ട് മോൾക്ക് ഇതെന്തു പറ്റി, മുഖത്ത് ഒരു സങ്കടം പോലെ, നിന്റെ അമ്മയും അമ്മാവുമാരും ക്ഷേത്രത്തിലേക്ക് വരാമെന്ന് അറിയിച്ചിട്ട് ഇപ്പൊ എന്താ വരില്ലെന്ന് പറഞ്ഞോ എന്നങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ അച്ചു ചോദിക്കുന്നുണ്ട് ചിന്നു അവര് അമ്പലത്തിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ചിന്നു അപ്പൊ അതെ അവര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അച്ചു അപ്പൊ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്താണ് ഇത്ര നേരമായിട്ട് നീ അത് എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട് മോളെ നീ എന്തിനാണ് പറയാൻ മടിക്കുന്നത്, അച്ചു ഇന്ന് അർച്ചനയും നിന്റെ ഏട്ടന്മാരും അമ്പലത്തിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ പിണക്കം മാറ്റാനാണ് അവര് വരുന്നത് എന്നെല്ലാം ചന്ദ്ര പറയുമ്പോ ചിന്നു അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവരെങ്ങനെ എന്റെ പ്ലാൻ അറിഞ്ഞു എന്ന്. വിമല ഇപ്പൊ പറയുന്നുണ്ട് അത് നല്ല കാര്യമല്ലേ, അവര് വന്ന് നിങ്ങളുടെ പിണക്കം മാറിയാൽ അത് നല്ല കാര്യമല്ലേ എന്നൊക്കെ പറയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട് ഞാനും അത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ സഹോദരങ്ങളല്ലേ, എന്തിനാണ് പിണങ്ങി നടക്കുന്നത്, നിങ്ങൾ ഇണങ്ങുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് പറയാണ്. അച്ചു വീണ്ടും ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട് അവരെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് വരുമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ചിന്നു പറയുന്നുണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞമ്മാവ.
കുഞ്ഞമ്മാവൻ ഇനി അവര് വരുന്നുണ്ടെന്നറിഞ്ഞാൽ വരാതിരുന്നാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത് എന്ന് ചിന്നു പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, അവരെന്തായാലും എന്നെയും അച്ഛനെയും കാണാൻ അമ്പലത്തിലേക്ക് വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അതും വരുന്ന ആള് ആരാണ്, എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ആളല്ലേ എന്ന് രുക്കു പറയുമ്പോ ചിന്നു പറയുന്നുണ്ട്, ആന്റി നിങ്ങൾക്കിടയിലെ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ ഇന്ന് അമ്പലത്തിലേക്ക് അവരോട് വരാൻ പറഞ്ഞത്. അവരെന്തായാലും വരുമെന്ന് പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, നിന്റെ ഉദ്ദേശശുദ്ധിയിൽ എനിക്ക് ഒരു സംശയവുമില്ല. എന്നാൽ അവരവിടെ വരുമെന്ന് എനിക്ക് ഡൗട്ടാണെന്ന് പറയുമ്പോ അച്ചു പറയുന്നുണ്ട്, അവര് വരുമെന്നല്ലേ പറഞ്ഞത്, എന്തായാലും നമുക്ക് പോവാമെന്ന് പറയാണ്. അങ്ങനെ അവര് അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ്. ചന്ദ്രയും രുക്കുവും അപ്പോ സംസാരിക്കുന്നുണ്ട്. രുക്കു അച്ചുവിന് അമ്പാട്ടുകാരോടുള്ള തെറ്റിദ്ധാരണ മാറരുത്, ഞാൻ പറഞ്ഞതുപോലെയെല്ലാം നീ ചെയ്യണമെന്ന് പറയാണ്. രുക്കു അപ്പോ ശരിയെന്ന് പറഞ്ഞ് അവരും ഇറങ്ങുകയാണ്. ചിന്നുവിനാണെങ്കിൽ ഇന്നത്തോടെ എല്ലാ തെറ്റിദ്ധാരണകളും ഇവരുടെ ഇടയിലുള്ള എല്ലാ പിണക്കങ്ങളും മാറുമല്ലോ എന്നുള്ള സന്തോഷമാണ്. അച്ചു ആണെങ്കിൽ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ചേച്ചിയുടെയും ഏട്ടന്മാരുടെയും പ്രതികരണം എങ്ങനെയായിരിക്കും, മുകുന്ദേട്ടന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ് രുക്കു ക്ഷമിക്കുവോ എന്നെല്ലാം അച്ചു അങ്ങനെ ചിന്തിക്കുകയാണ്. രുക്കു അപ്പോൾ തന്റെ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ട് പിന്നീട് ചിന്നുവിനോട് പറയുന്നുണ്ട്, ചിന്നു നിന്റെ ഫോണെന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അച്ചു ചോദിക്കുന്നുണ്ട്, നിനക്കെന്തിനാണ് ചിന്നുവിന്റെ ഫോണെന്ന്. രുക്കു അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനാണെന്ന് പറയുമ്പോൾ ചിന്നു ഇതാ ആന്റി എന്ന് പറഞ്ഞ് ഫോൺ അപ്പൊ തന്നെ കൊടുക്കുകയാണ്. പിന്നീട് ചന്ദ്ര പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ രുക്കു ചിന്നുവിന്റെ ഫോണിൽ അനന്തനെ മെസ്സേജ് അയക്കുകയാണ്. അനന്ത മാമ, ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇന്ന് അമ്പലത്തിലേക്ക് വരാൻ കഴിയില്ല. നിങ്ങൾ അവിടെ വന്നെങ്കിൽ തിരിച്ചു പോയിക്കോ, എനിക്കിത് അമ്മയോട് പറയുന്നതിൽ വിഷമമുണ്ടെന്ന് പറഞ്ഞ് രുക്കു മെസ്സേജ് അയക്കുകയാണ്. ചിന്നുപ്പോ അച്ഛനോട് പറയുന്നുണ്ട്, കുഞ്ഞമ്മാവ നമ്മൾ വരുന്ന കാര്യം ഒന്ന് അമ്മയെ വിളിച്ചു പറയോ, അവരവിടെ കാത്തിരുന്ന് വിഷമിക്കുന്നുണ്ടാവും, ഞാൻ വിളിച്ചു പറഞ്ഞാൽ അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല. കുഞ്ഞമ്മാവൻ ഒന്ന് വിളിക്കൂ എന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചന്ദ്രപ്പ പറയാണ്. അച്ചു നമ്മളെന്തായാലും അങ്ങോട്ടേക്കല്ലേ പോകുന്നത്, വിളിക്കുന്ന വേണ്ട, നീ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കെന്ന് പറയാണ്. രുക്കും അപ്പൊ പറയുന്നുണ്ട്, അതെ നമ്മള് അവിടെ ചെല്ലുമ്പോ അവര് കണ്ടാൽ മതി, അതാണല്ലോ സർപ്രൈസ് എന്ന് പറയാണ്. രുക്കു ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അനന്തൻ ആ മെസ്സേജ് സീൻ ചെയ്തോ എന്ന് നോക്കുകയാണ്. പിന്നീട് അർച്ചനയും അനന്തനും മുകുന്ദനും അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയതിനു ശേഷം അനന്തൻ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, അവരിതുവരെ എത്തിയില്ലല്ലോ ചേച്ചി എന്ന്. അർച്ചനപ്പ പറയുന്നുണ്ട്, അവരെത്തുമെന്നാണ് പറഞ്ഞത്, എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ചിന്നുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. അനന്തനപ്പ് ഫോൺ എടുത്ത് നോക്കുകയാണ്. അനന്തൻ എന്നിട്ട് പറയുന്നുണ്ട്, ചിന്നുമോള് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആ മെസ്സേജ് എന്താണെന്ന് നോക്കുകയാണ്. അർച്ചനപ്പ ചോദിക്കുന്നുണ്ട്, അവൾ എന്താണ് അയച്ചിരിക്കുന്നതെന്ന്. അനന്തനപ്പ പറയുന്നുണ്ട്, അവര് വരില്ല ചേച്ചി, അവിടെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടത്രേ, അതുകൊണ്ട് ഇന്ന് വരാൻ കഴിയില്ല, നമ്മളോട് തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു, ചേച്ചിക്ക് വിഷമുണ്ടാവുന്ന കരുതിയിട്ടാണ് അവള് ചേച്ചിയെ വിളിച്ചു പറയാത്തതെന്ന് അനന്തൻ അങ്ങനെ അർച്ചനയോട് പറയാണ്. രുക്കുവാണെങ്കിൽ അനന്തൻ ആ മെസ്സേജ് സീൻ ചെയ്തതും അത് സക്സസ് ആയെന്ന് ചന്ദ്രയ്ക്ക് സൂചന കൊടുത്തുകൊണ്ട് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാണ്. അർച്ചനയാണെങ്കിൽ വളരെ സങ്കടത്തോടെ വീണ്ടും ചിന്നുവിനെ ഒന്ന് ഫോണിൽ വിളിച്ചു നോക്കുകയാണ്. എന്നാൽ ചിന്നുവിനെ വിളിച്ച് കിട്ടുന്നില്ല. അനന്തനും മുകുന്ദനും എല്ലാവരും ചിന്നുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും വിളിച്ചു കിട്ടുന്നില്ല. അർച്ചന എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടേക്ക് നമ്മളെ കാണാൻ വരാമെന്ന് സമ്മതിച്ചതാണ്, പിന്നെന്താണ് അച്ചു വാക്കുമാറ്റിയത്, എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് അർച്ചന പറയുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട്, അച്ചുവിന് നമ്മളെ കാണാൻ ഇഷ്ടമുണ്ടാവില്ല ചേച്ചി, അല്ലെങ്കിൽ പിന്നെ രുക്കുവിന്റെയോ ചന്ദ്രയുടെയോ വിജയ് ശങ്കറിന്റെയോ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാവും എന്നങ്ങനെ അവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വീണ്ടും അതുവഴി ശശി എന്ന ആൾ വരുന്നത്. ഇതെന്താ ഇത്ര നേരമായിട്ടും അച്ചു വന്നില്ലേ എന്ന് ശശി ചോദിക്കുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട്, ഇല്ലേട്ടാ അവൻ ഇതുവരെ വന്നില്ല, വന്നുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് പറയാണ്. അർച്ചനയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.